ഹലോ, നമ്മളിന്ന് അന്നത്തെ ഷോർട്സിൽ കണ്ടതുപോലെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനാണ് കേട്ടോ. അത് നമ്മൾ ഡിസൈനിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം വെച്ചേക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഞാൻ കൂടുതലും ഡിസൈനിങ്ങിൻ്റെ സാധനങ്ങളാണ് ഇവിടെ വെച്ചേക്കണേ. എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ വേറൊരു സ്ഥലത്താണ് കേട്ടോ, വേറൊരു ടേബിളിലാണ് വെച്ചേക്കണേ. അതിൻ്റെയും ഗതി ഇതൊക്കെ തന്നെയാണ്. അതും ഫുൾ ഇതുപോലെ അലമാരയിൽ കിടപ്പാണ് കേട്ടോ. ഞാൻ കുറേ നാളായില്ല അങ്ങോട്ടൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതെന്തായാലും ഇതൊന്നും സെറ്റാക്കട്ടെ, എന്നിട്ട് നമുക്ക് അത് സെറ്റാക്കാം. ഇതൊക്കെ ഞാൻ പണ്ട് ടീയാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുട്ടിക്ക് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്ത് നോക്കണതിൻ്റെയാണ്. ഇത് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന ബീഡ്സും ഇതിൽ നിറയെ സ്വീക്വൻസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഒന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. എല്ലാം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ, ഇതുപോലെ ബോട്ടിൽസ്, നമ്മൾ ഓരോ ജ്യൂസൊക്കെ വാങ്ങുന്നതിൻ്റെ ബോട്ടിൽസും ഐസ്ക്രീം വാങ്ങുന്നതിൻ്റെ ടീനും അതിലൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലിട്ട് വെച്ചേക്കണേ. എൻ്റെ ഈ ബിസിനസ്സൊക്കെ ഒന്ന് കുറച്ച് പച്ച പിടിക്കട്ടെ, എന്നിട്ട് നമുക്കതൊക്കെ വാങ്ങാം അല്ലേ. ഞാൻ അങ്ങനെയാണ് വെച്ചേക്കണേ. ഇത് പിന്നെ നമ്മൾ പാറ്റേൺ വരയ്ക്കുന്നതിൻ്റെയാണ് കേട്ടോ. ട്രേസിങ് ഷീറ്റാണ്. അപ്പോൾ ഞാൻ ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പാറ്റേണൊക്കെ വരച്ച് അങ്ങനെയൊക്കെ വെച്ചേക്കണതാണ്. ചെക്കിൻ്റെയും ഫ്ലവർ ഡിസൈനിൻ്റെയൊക്കെ. പിന്നെ ഇത് കുറച്ച് സിബും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വെച്ചേക്കണത്. പിന്നെ ആ സൈഡിലിരിക്കുന്നതെല്ലാം ഗിഫ്റ്റ്സാണ് കേട്ടോ. ഗിഫ്റ്റ് അതായത് ഞാനിതെല്ലാം ഷെൽഫിൻ്റെ മുകളിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ പിന്നെ പൊടി പിടിച്ചു തുടങ്ങി. പിന്നെ ഞാനത് ഇവിടെ അങ്ങ് വെച്ചതാണ്. അത് ചേട്ടന് ഞാൻ കൊടുത്തതും ചേട്ടൻ എനിക്ക് തന്നതായിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അത് പൊടിച്ചിട്ടോടിയില്ല കേട്ടോ. ഇത് അവിടെ ഇരിക്കുന്നത് ആ സൈഡിൽ അപ്പുറത്തെ സൈഡിലിരിക്കില്ല അതെല്ലാം. അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ പറയാം കേട്ടോ, നമുക്ക് ചെയ്യാം വേണമെങ്കിൽ. പിന്നെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ പ്രഗ്നൻസി കാര്യങ്ങളായിട്ടാണ് കുറച്ച് നാൾ ഞാൻ ലീവായിട്ട് നിന്നതെന്ന് നമ്മുടെ യൂട്യൂബിൽ നിന്ന്. അത് മാത്രമല്ല, എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഒരു സർജറിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ കൂടുതൽ മാറിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെപ്റ്റംബറൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയായിരുന്നു. പിന്നെ ഒക്ടോബറിലാണ് ഞാൻ വീണ്ടും കൺസീവ് ആവുന്നത്. ഇത് നമ്മൾ പണ്ട് വീഡിയോയിലൊക്കെ വെച്ചിരുന്ന ഹെയർ ബാൻഡാണ് ഇതൊക്കെ കണ്ടതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എനിക്ക് ഞാൻ കണ്ടുപിടിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ട്രൈപോഡിന് മാലയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് ഞാൻ അവിടെ നുള്ളിപ്പറക്കി എടുക്കുന്നുണ്ട്. കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഇത് സെറ്റ് സ്ക്വയർ, ഇത് നമ്മൾ ജോമെട്രിയിലുണ്ടല്ലോ വലിയ സിവിലിൻ്റെയൊക്കെ പഠിക്കുമ്പോൾ അതിലുള്ളതാണ് കേട്ടോ. പിന്നെ എനിക്കത് ഒരു പാറ്റേണും ആവും, അതുകൊണ്ട് ഞാനത് സൂക്ഷിച്ച് വെച്ചേക്കണതാണ്. അപ്പോൾ അങ്ങനെ. അപ്പം ഞാൻ കൺസീവ് ആവുന്നത് എപ്പോഴാണ്? ഒക്ടോബറിൽ. വീണ്ടും ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രഗ്നൻസിയുടെ 8th മന്ത് വരെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നിർത്തിയത്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഡിസൈനിങ് വർക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ബ്രൈഡൽ വർക്കും എൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വന്ന ഓർഡേഴ്സൊന്നും ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ഒരുപാട് ഒരുമിച്ച് എടുക്കുന്നുണ്ടായിരുന്നില്ല. അതായത് ബൾക്കായിട്ട് ഞാൻ ഓർഡറൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരെണ്ണം വരികയാണെങ്കിൽ ഞാനത് ഒഴിവാക്കി ഇടുമായിരുന്നു. അല്ലാണ്ട് ഞാനങ്ങനെ ഓർഡേഴ്സ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ ഇടയിൽ നിന്ന് പല്ലി വരെ ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസൊന്നും ഇടാറുണ്ട്. എനിക്ക് ആ ടച്ച് വിട്ടുപോയത്. പിന്നെ ഈ വയ്യായ്ക കൊണ്ട് മാത്രമല്ല ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാത്തത്. എനിക്കങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനേ ഇല്ലായിരുന്നു. അതായത് നമുക്ക് പുറത്തുനിന്ന് ഒരാളുടെ കയ്യിൽ നിന്നല്ല കേട്ടോ. നമുക്ക് അതായത് ഈ വീഡിയോ ഇടുമ്പോഴേ യൂട്യൂബിൽ നമുക്ക് വ്യൂസൊക്കെ ഭയങ്കര കുറവായിരുന്നു. അത് മാത്രമല്ല സബ് കയറണും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഈ ഫെബ്രുവരി ആ ഒരു സമയത്തൊക്കെ എനിക്ക് 971 സബ് ആണ് ഉണ്ടായിരുന്നത്. അത് അവിടുന്ന് അങ്ങോട്ടും പോകുന്നില്ല, ഒട്ടും കൂടുന്നില്ല, കുറയുന്നുണ്ടായിരുന്നെങ്കിലേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് 497 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു വിചാരിച്ചു. അപ്പോൾ 3 പേരും കൂടെ സബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 500 ആവും. അപ്പോൾ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരല്ലേ. അപ്പോൾ ഒരാൾ കൂടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇത് നമ്മൾ റെസിൻ ചെയ്ത് പഠിച്ചതിൻ്റെ ബാക്കിയാണേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ 497 നമ്മളിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരാളിപ്പോൾ കൂടുന്നു പറഞ്ഞിട്ട് ആ സമയം നോക്കി എന്ത് ചെയ്യും, 2 പേര് അല്ലെങ്കിൽ 3 പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് അങ്ങ് പോകും. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞാൽ 2020 അപ്പോൾ ഇപ്പോൾ തന്നെ 4 വർഷമായില്ലേ. എനിക്ക് 1K ആവാനുള്ള സമയം കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇങ്ങനെ തള്ളണമല്ല, അമ്മാതിരി ആൾക്കാർ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ ചില വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ചൊക്കെ റീച്ച് വരണതൊക്കെ ആണെങ്കിൽ ഒരു 500 വ്യൂസൊക്കെ പോകുന്നുണ്ടല്ലോ. ഞാൻ അതാണ് കേട്ടോ റീച്ച് എന്ന് ഉദ്ദേശിക്കണേ. നിങ്ങളെപ്പോലെ ബാക്കിയുള്ള വീഡിയോസിനെ പോലെ എനിക്ക് ഈ ലാക്സ് അതല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഒരു 500 അല്ലെങ്കിൽ ഒരു 250 പേരൊക്കെ കാണുന്നുണ്ടല്ലോ. അതാണ് ഞാൻ റീച്ച് എന്ന് ഉദ്ദേശിക്കണേ. കുറച്ച് പേരെങ്കിലും കാണുന്നത്. അപ്പോൾ എനിക്ക് ഒരു 2 പേരൊക്കെ ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടും ചില വീഡിയോസിന്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അത് വേറൊരു വീഡിയോ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അല്ലെങ്കിൽ വെറുതെ തന്നെ വീഡിയോ ഇട്ടില്ലെങ്കിൽ തന്നെ വെറുതെ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്കും ഒരാൾ പോവും, 2 പേര് പോവും, അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഞാനങ്ങ് ഡള്ളായിപ്പോയി. ഇങ്ങനെ കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കുറയണം കാണുമ്പോഴേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണേ. അപ്പം പിന്നെ ഞാൻ അങ്ങ് മനസ്സുകൊണ്ട് അങ്ങ് വേണ്ടെന്ന് വെച്ചു. അതാണ് സംഭവം. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോസൊന്നും ഇടാണ്ടായത്.
പിന്നെ ഇൻസ്റ്റയിൽ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും റീൽസൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു ഇമ്മുക്കുട്ടി ഞാനുമായിട്ട്. പിന്നെ മെയിലായിരുന്നു ഡെലിവറിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ വാവയും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം മോനാണ്, ആദ്യത്തെ മോളായിരുന്നു. മോൻ്റെ പേര് ആദ്വിക് എ അജയ് എന്നാണ്. നമ്മൾ വീട്ടിൽ മിക്കൂസ് എന്നാണ് വിളിക്കണേ. കുഞ്ഞാവ സുഖമായിട്ടിരിപ്പുണ്ട്. അപ്പോൾ കുഞ്ഞാവെ ഉറക്കെ കിടത്തിയിട്ടാണ് ഞാൻ ഈ കലാപരിപാടികളായിട്ട് വന്നേക്കണേ. അപ്പോൾ എനിക്ക് അവിടുന്ന് കുറേ അലക്കുറിച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു സാധനം ഞാനങ്ങനെ കളയാറില്ല. പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് പറഞ്ഞ് സൂക്ഷിച്ച് വെച്ചേക്കും. പക്ഷേ സൂക്ഷിച്ച് വെക്കുന്ന സാധനം എവിടെയാണെന്ന് എനിക്ക് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടില്ല. പക്ഷേ എവിടെയെങ്കിലും കാണും എൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ഒരു കമ്മൽ ഇവിടെ കിടന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത് ഇട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിപ്പോൾ ഇത് ഒതുക്കാൻ തീരുമാനിച്ച കാരണം എന്ന് പറഞ്ഞാൽ അത് ഇത് എനിക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തന്നതാണ്. എൻ്റെ പിള്ളേരെല്ലാവരും കൂടെ തന്നതാണ്. പക്ഷേ ഒരു സൈഡ് പൊട്ടിപ്പോയി. പക്ഷേ കളയാൻ തോന്നിയില്ല, എന്തെങ്കിലും ചെയ്ത് ശരിയാക്കാമെന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ ഇത് കേക്കിൻ്റെ ബോർഡ് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി വെച്ചേക്കണതാണ്. പിന്നെ ചില്ലറ പൈസ ഉണ്ട് അവിടെ, കണ്ടോ, മോട്ട് പിൻസ്, പിന്നെ ചില്ലറ പൈസ, മോതിരം, അങ്ങനത്തെ ഉള്ള അലക്കുലത്തെ സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഇടയിൽ എവിടെയും കാണും. മുമ്പ് ഇത് ഞങ്ങളുടെ റൂമായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് എന്താ ഈ പേപ്പറിൻ്റെ സൈഡിൽ കുറച്ച് പൗഡറും പിന്നെ ഇനി അത് ഈ പേപ്പർ മാറ്റുമ്പോൾ കാണാം കുറച്ച് കുങ്കുമത്തിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങളിപ്പോൾ ഈ റൂം മാറി ഇപ്പുറത്താക്കി. ഇത് എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചേക്കാണ്. പിന്നെ ചേച്ചിയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന റൂമാണ്. അങ്ങനെയാണ് സംഭവം. കേട്ടോ, ഭയങ്കരമായിട്ട് പൊടിയൊക്കെ പിടിച്ച് അലമ്പായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള സംഭവം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ ഇപ്പം വാവയ്ക്ക് ഇപ്പോൾ 2.5 മാസം ആയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ വർക്ക് എടുത്ത് തുടങ്ങി. നമുക്കിനിയിപ്പം ചിങ്ങമല്ലേ, അപ്പോൾ കല്യാണ സീസണാണ്, ഫെസ്റ്റീവ് സീസണല്ലേ, അപ്പോൾ നമുക്ക് വർക്കൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ സമയം നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ കാര്യം കൈവിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വർക്ക് എടുക്കുന്നുണ്ട്. കാരണം അത് മാത്രമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഈ ബ്രൈഡൽ വർക്ക് അല്ലെങ്കിൽ ആരി വർക്ക് ചെയ്യുമ്പോഴേ. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പൈസ വേണ്ടെന്നല്ല കേട്ടോ പറയണേ, നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള പൈസ വാങ്ങുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊള്ളാം നമുക്ക് തന്നെ തോന്നൂലേ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഞാൻ അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്കത് ഭയങ്കര എനിക്ക് സ്വയമേ ഭയങ്കരമായിട്ട് പ്രൗഡായിട്ട് തോന്നും ഞാൻ ചെയ്ത വർക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ. സ്വയം പൊങ്ങിയല്ല, ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒരു തുണി കൊണ്ടുവന്നിട്ട് ആ പൊടിയൊക്കെ ഒന്ന് തുടച്ച് മാറ്റുകയാണേ. എന്തായാലും തുമ്മാനുള്ള വകയുണ്ട്, എന്തായാലും നോക്കില്ല, എന്തായാലും ഇറങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ വാവ എണീക്കുന്നതിന് മുന്നേ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. എന്തായാലും ഒരു ഉച്ച സമയമാണ് കേട്ടോ. വാവയെ കുളിപ്പിച്ച് നന്നായിട്ട് ഉറക്കി കിടത്തിക്കാണ് അപ്പുറത്തെ റൂമിൽ. അവന് തൊട്ടിലിൽ കിടക്കുകയാണേ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിത് ചെയ്ത് തീർക്കണം, അതാണ് ടാസ്ക്. പിന്നെ ഇമ്മുക്കുട്ടി സ്കൂളിൽ പോയി, അവളിന് 2:30 ആകുമ്പോഴേ വരുള്ളൂ. ഇമ്മുക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അവൾ വാവയെ നോക്കിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്തായാലും ഇനി നീട്ടി കൊണ്ടുപോകണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് തന്നെ അതങ്ങ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവിടെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് കളഞ്ഞ് സെറ്റാക്കാം. കണ്ട, ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് കുങ്കുമത്തിൻ്റെ ചുവന്ന പാടും ഇപ്പുറത്ത് കുറച്ച് വെള്ളപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ കുറച്ച് തുണി വെള്ളം നനച്ചൊന്ന് തുടച്ചിട്ടുണ്ടേ, ആ പൊടിയൊക്കെ ഒന്ന് അടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമ്മൾ നേരത്തെ ന്യൂസ് പേപ്പറെല്ലാം ഇട്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ കുറച്ച് സമയം ഒരു മഞ്ഞ കളറാവും പൊടിയൊക്കെ പിടിച്ചിട്ട്. ഇവിടെയാണെങ്കിൽ ഭയങ്കര പൊടിയാണ്. എൻ്റെ ദൈവമേ, എവിടുന്നാണ് ഈ പൊടി വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. മെയിൻ റോഡിൻ്റെ സൈഡിലല്ല, എന്നാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ വണ്ടിയൊക്കെ പോകുന്നതിന് പൊടിയേ ഭയങ്കര അപാരമാണ്. എവിടെ നിന്നാണ് ഈ പൊടി പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഒരു പിടിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഈ വാൾ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതങ്ങ് ഒട്ടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് കീറി ഒട്ടിക്കാൻ കേട്ടോ. അപ്പം നമുക്കൊന്ന് സ്പീഡിൽ ഒട്ടിച്ചിട്ട് വരാം. എന്തായാലും വാവ ഉറങ്ങല്ലേ, അപ്പം വാവ എണീക്കുന്നതിന് മുന്നേ നമുക്ക് ശരിയാക്കണ്ടേ. അപ്പോൾ നമുക്കൊന്ന് സ്പീഡിൽ ഒട്ടിക്കാം. അപ്പോൾ ഞാനൊന്ന് സ്പീഡിലായിട്ട് ഇടുകയാണേ. അപ്പം ഞാനിതൊന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പം ഞാൻ പിന്നെ എന്താ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉള്ള ഈ ബോക്സും നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങുമ്പോഴത്തേക്കും മന്തിയൊക്കെ വാങ്ങുമ്പോൾ മയണൈസും അല്ലെങ്കിൽ ചില്ലി ചിക്കനൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് ഞാൻ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കണം, മുത്തും കാര്യങ്ങളൊക്കെ. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമേ എന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ ഒരു ഷോപ്പായിട്ടൊന്നുമല്ലല്ലോ, വീട്ടിൽ തന്നെയല്ലേ ചെയ്യണം. അപ്പോൾ പിന്നെ എനിക്കതൊക്കെ മതി, ഒന്ന് സൂക്ഷിച്ച് സേഫാക്കി വെക്കണം എന്നേ ഉള്ളൂ. പൊടിയൊന്നും അടിക്കാണ്ട് കളറൊന്നും പോകാണ്ട് ആക്കി വെക്കണം എന്നേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കണേ. അപ്പോൾ നമുക്ക് സ്പീഡ് തന്നെ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കണം. പിന്നെ എന്താണ്, എല്ലാവരും സേഫൊക്കെ ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മളിത് ഒട്ടിച്ച് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഒരു അലാറം കേട്ടത്. നമ്മുടെ കുഞ്ഞാവ ഉറക്കെണീറ്റു. ആൾ സീനായിരുന്നു, കരച്ചിലായിരുന്നു. പക്ഷേ മുഖം കാണിക്കാൻ നോക്കിയിട്ട് ആൾ തിരിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ താഴെ പോയി അവനെ പാല് കൊടുത്ത് ഉറക്കി, ഞാൻ ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നേട്ടാ. അപ്പോഴത്തേക്കും ഇമ്മുക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ നോക്കിക്കോളും, അമ്മയുടെ കയ്യിലിരുന്ന് അവൾ സെറ്റായിക്കോളും, കുഴപ്പമില്ല.
അങ്ങനെ ഞാൻ വീണ്ടും വന്ന് അപ്പോൾ ഇനി ഇതുപോലെ മടക്കിയിട്ട് ഞാൻ ഈ സൈഡിലും കൂടെ അങ്ങോട്ടേക്കാണ് എന്തായാലും ഇറങ്ങി തിരിച്ചു. പിന്നെ കുറച്ച് വൃത്തിക്കും എനിക്ക് ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ടേ അത്രയും ഭാഗമായിട്ട് കിടക്കുമ്പോൾ ഒരു വൃത്തികേട് പോലെ. പിന്നെ ഞാൻ അവിടെ കൂടെ അങ്ങ് ഒട്ടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെയും കൂടെ അങ്ങ് ഒട്ടിക്കാനായിട്ടാ. പിന്നെ ഇപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാനിങ്ങനെ ഗാലറി നോക്കിയപ്പോൾ മുന്നേ എടുത്ത് വെച്ച കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വേറെ ജോലിയൊന്നുമില്ലല്ലോ, ഞാനങ്ങനെ വലിയ ജോലികളും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, വർക്കും ഇല്ല, വീട്ടിൽ തന്നെ ഇരിക്കില്ല. ആ ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജോലികൾ കഴിഞ്ഞാൽ പിന്നെ ഫോണിലൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ചില വീഡിയോസൊക്കെ കണ്ടത്. പിന്നെ എന്തായാലും വെറുതെ ഒന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ചാനലിൽ എന്തായാലും വെറുതെ ഇരിക്കില്ല, അപ്പോൾ ദിവസം ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ഇടാമെന്ന് വിചാരിച്ച് വെറുതെ ഇട്ടതാണ്. അപ്പോഴത്തേക്കും ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ ജസ്റ്റ് ഫോളോവേഴ്സ് കയറി തുടങ്ങി, അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും വീഡിയോ ഇടാമെന്ന്. പിന്നെ എനിക്ക് ഈ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആദ്യം വീഡിയോ തുടങ്ങിയപ്പോഴത്തേക്കും ഇതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു വെറുതെ തുടങ്ങിയതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ കാരണം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ഇതിന് പേയ്മെൻറ്റ് കിട്ടുന്നതൊക്കെ നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ അതിന് ഇന്ന കാര്യങ്ങൾ വേണമെന്നൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനൊരു ഉയർച്ച ഇല്ലാണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് പോലെ തോന്നണേ. അപ്പോൾ ഇപ്പോൾ റീച്ച് കയറിയപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു മോട്ടിവേഷൻ പോലെ ഞാൻ എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിട്ട്. സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ ഇടാനായിട്ട് ഭയങ്കര മടിയാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അല്ലാണ്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഒരു വീഡിയോ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഫോൺ ഓണാക്കി വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ സൈഡത്ര ഒട്ടിച്ചു. ഇനി നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ തന്നെ 10-15 മിനിറ്റ് ആയും തോന്നുന്നു വീഡിയോ. എന്തായാലും ഞാൻ മുഷിപ്പിക്കുന്നില്ല. ഈ ഗ്ലാസ് ബോട്ടിലിനകത്ത് ഞാൻ ഇത് കുറച്ച് പൊട്ടിയതാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ലേസൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി നൊസ്റ്റു ഉള്ള ആളാണ് ഞാൻ. എനിക്കങ്ങനെ കുറച്ച് പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്ത് സൂക്ഷിക്കും, അത് എത്ര നാൾ ഉള്ളതായാലും. അങ്ങനെ ഒരു നൊസ്റ്റു ഉള്ളൊരു ബോട്ടിലാണിത്. കുറച്ച് ഇമോഷണലി ഞാൻ ഈ ബോട്ടിലിനോട് അഡിക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണ് കേട്ടോ. എന്തായാലും എനിക്ക് കളയാൻ തോന്നുകയില്ല. അങ്ങനെ പൊട്ടിലും ഒക്കെ വീണിട്ടും ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കാണ്. എനിക്കിഷ്ടമാണ് ഈ ബോട്ടിൽ. അപ്പോൾ അതൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ ഞാൻ വിചാരിച്ചു ഗിഫ്റ്റൊക്കെ അങ്ങ് എടുത്ത് വയ്ക്കാമെന്ന്. കാരണം അതൊന്നും ഞാൻ പൊട്ടിച്ചിട്ട് കൂടിയില്ല. ഇതെനിക്ക് ചേട്ടൻ വാങ്ങി തന്നതാണ് കേട്ടോ. നമ്മൾ ഈ വാലൻറ്റൈൻസ് ഡേക്കൊക്കെ പണ്ടത്തെ പരിപാടി ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ട്. നമുക്ക് വാലൻറ്റൈൻസ് ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗിഫ്റ്റ് അത് എന്തോ പഴഞ്ചൻ ഏർപ്പാടാണ്. എന്നാൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 2-3 വർഷമായിട്ട് ഞാൻ ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് കിട്ടാറുണ്ട് എല്ലാ വർഷവും. ഇതുപോലെ എന്തെങ്കിലും വാങ്ങിത്തരും, കപ്പ് ചാസർ ഇതുപോലത്തെ സാധനങ്ങൾ, അലക്കുളിച്ച സാധനങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ആ സൈഡിൽ ഗിഫ്റ്റ് പിന്നെ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാം. ഇതിലല്ല, വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള ബീഡ്സും അതൊക്കെ ഞാൻ മുന്നേ ചോദിച്ചപ്പോഴത്തേക്കും ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കാണണമെന്ന്. പിന്നെ എനിക്ക് ഇത് വേസ്റ്റാണ് കേട്ടോ, കളയാനുള്ള കത്തിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്താക്കി വെച്ചു. ബാക്കിയെല്ലാം എന്താ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വൃത്തിക്കും എനിക്ക് ഇരിപ്പുണ്ട്. കണ്ടപ്പോൾ തന്നെ സന്തോഷം. ബൈ.